തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള തീയതി നാളെ അവസാനിക്കാനിരിക്കെ തർക്കങ്ങളും തമ്മിലടിയും തീർത്ത് പ്രചാരണം ശക്തമാക്കാൻ മുന്നണികൾ. പലയിടത്തും സ്ഥാനാർത്ഥി നിർണയത്തിനായുള്ള അവസാനവട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സർപ്രൈസ് സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി ഞെട്ടിക്കാനുള്ള തന്ത്രങ്ങളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയം അവസാന ലാപ്പിൽ ചൂടുപിടിക്കുമ്പോൾ പൊരിഞ്ഞ അടി. കാസർകോട്ടെ DC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമക്കാനും കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് വാസുദേവനും തമ്മിലാണ് അടിയോടടി. മറ്റത്തൂർ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെ പ്രവർത്തകർ തടഞ്ഞുവെച്ചു. കോഴിക്കോട് കോർപ്പറേഷനിൽ UDF മേയർ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച VM വിനുവിന് പകരം കല്ലായി വാർഡിൽ സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ DCCക്ക് കഴിഞ്ഞില്ല. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കാളക്കണ്ടി ബൈജുവാണ് സ്ഥാനാർത്ഥി. ഞങ്ങൾ വാർഡ് യോഗങ്ങൾ നടത്തിയപ്പോൾ അവിടെ നിന്നുള്ള 2 പേരുകളാണ് ശ്രീ ബൈജുവും ശ്രീ സുരേഷ് ബാബുവും. VM വിനോട് തീരുമാനിച്ചപ്പോൾ പാർട്ടി തീരുമാനം ശിരസ വഹിച്ച് VM വിനുവിനെ കൊണ്ട് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ച അച്ചടക്കമുള്ള 2 പാർട്ടി പ്രവർത്തകരാണ് ശ്രീ ബൈജുവും ശ്രീ സുരേഷ് ബാബു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കുറുവൻകോണത്തെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സൗമ്യയുടെ പിന്മാറ്റം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തതിനെ തുടർന്നെന്ന വിവരവും പുറത്തുവന്നു. ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ അടിമാലി ഡിവിഷൻ സീറ്റ് വിൽപ്പന നടത്തിയെന്ന് സേവ് കോൺഗ്രസിന്റെ പേരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. പലയിടത്തും പുതിയ സഹകരണങ്ങളും രൂപപ്പെട്ടു. CPIM-ഉം CPI-യും പരസ്പരം ഏറ്റുമുട്ടുന്ന മലപ്പുറം നന്നമുക്ക് പഞ്ചായത്തിലെ 16-ാം വാർഡിൽ UDF പിന്തുണ CPI-ക്കാണ്. മലപ്പുറം കരളായി പഞ്ചായത്തിൽ UDF പിന്തുണയോടെ 2 വാർഡുകളിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കും. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥിത്വത്തിൽ തർക്കം ശക്തമായ വയനാട്ടിൽ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾക്ക് സീറ്റ് നൽകിയ പ്രശ്നം DCC നേതൃത്വം താൽക്കാലികമായി പരിഹരിച്ചു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.